26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അല്ല, ഈ സംഘർഷം കുറച്ചുകൂടെ രൂക്ഷമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടതിന് ശേഷം അത് പാലിക്കുന്നതിൽ എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സംഘർഷം ഇപ്പൊ രൂക്ഷമാവുകയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന്റെ തീരങ്ങളിലെ ബന്ദർ അബ്ബാസ്, പിന്നെ സിറിക്ക് മുതലായ സ്ഥലങ്ങളിലെല്ലാമാണ് ഇപ്പൊ കൂടുതൽ ആക്രമണം നടന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പിന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഈ തീരദേശത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇറാൻ അത് സജ്ജീകരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെയുള്ള മിസൈൽ കേന്ദ്രങ്ങളും ഡ്രോൺ കേന്ദ്രങ്ങളെയും ഒക്കെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പൊ അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തിരിച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ ബഹ്റൈനിൽ ആക്രമിക്കുന്നു, ഖത്തറിൽ ആക്രമിക്കുന്നു, കുവൈറ്റിൽ ആക്രമിക്കുന്നു എന്ന് മാത്രമല്ല, അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് ഈ ഞങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ഞങ്ങൾ മറ്റ് പല കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കും. ഉദാഹരണത്തിന് റെഡ് സീയിലൂടെയാണ് സൗദി അറേബ്യയുടെ എണ്ണ കൂടുതലും കടന്നു പോകുന്നത്, റെഡ് സീയിലൂടെയാണ്. അപ്പൊ ബാബൽ മാന്തബ് എന്ന് പറയുന്ന കടലിടുക്കുണ്ട് അവിടെ. ഹോർമുസ് കടലിടുക്ക് പോലെ തന്നെ പ്രസിദ്ധമായ കടലിടുക്കാണ് ബാബൽ മാന്തബ് കടലിടുക്ക്. അത് റെഡ് സീയിൽ നിന്നും ഈ പേർഷ്യൻ ഗൾഫിലേക്ക് എണ്ണ ഉൽപ്പന്നങ്ങൾ വരുന്ന മേഖലയാണ്. അപ്പൊ അവിടെ ഹൂതികൾ ആക്രമണം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു കാര്യം. രണ്ട്, അതിനേക്കാൾ അപകടകരമായ വേറൊരു കാര്യം ഇപ്പൊ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് ഈ പേർഷ്യൻ കടലിന്റെ അടിയിലൂടെയാണ് ഈ ഇന്റർനെറ്റ് കേബിളുകൾ പോകുന്നത്. അവർ പറയുന്നത് ഞങ്ങളെ ആക്രമണം ഞങ്ങൾക്കെതിരായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ആ കേബിളുകൾ മുറിക്കും എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെയൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആക്രമണം കടുക്കുകയാണ് എങ്കിൽ അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇറാന്റെ ഭാഗത്ത് നിന്നും ഈ ആക്രമണം ഉണ്ടാകും. ഹൂതികൾ ആക്രമിക്കും, ഹമാസ് ആക്രമിക്കും, ഹെസ്ബുള്ള ആക്രമിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങളും ആക്രമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ആക്രമണങ്ങൾ ഈ പശ്ചിമേഷ്യയിലെ മറ്റ് അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായ ആക്രമണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് വാസ്തവത്തിൽ ഇനി ഒരു ആക്രമണം കൂടി താങ്ങാനുള്ള കരുത്തില്ല. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾക്കെതിരെയും എണ്ണ പ്ലാന്റുകൾക്കെതിരെയും വൈദ്യുതി പ്ലാന്റുകൾക്കെതിരെയും ഡീസാലിനേഷൻ പ്ലാന്റുകൾക്കെതിരെയും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് വളരെ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരു കാരണവശാലും ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദം അത് ചെലുത്തുന്നുണ്ട്. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രദമായ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. പക്ഷെ വന്നേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വീണ്ടും ഈ ഞങ്ങൾ ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു, ഇനിയും ഞങ്ങളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കിടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലൂടെയൊന്നും അധികം കപ്പലുകളൊന്നും പോകുന്നില്ല. ഇപ്പോഴും 140ഓളം കപ്പലുകൾ പോയിക്കൊണ്ടിരുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി തീർന്ന് കരാർ ഒപ്പിട്ടതിന് ശേഷം. പക്ഷെ ഇപ്പോ മാക്സിമം കടന്നു പോകുന്നത് 13-14 കപ്പലുകളാണ്, 10% താഴെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഈ എണ്ണ പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധിയോ ഈ വളം പ്രതിസന്ധിയോ ഒന്നും മാറാൻ പോകുന്നില്ല. ഇതെല്ലാം രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കാണ് വന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. അമേരിക്കയിൽ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇപ്പൊ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയത് തെറ്റായ ചില കണക്കുകൂട്ടലുകളുടെയും ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തെറ്റായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യുദ്ധം തുടങ്ങിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു തെറ്റായ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അവർ ഒപ്പിടേണ്ടി വന്നു. ആ തെറ്റായ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിടേണ്ടി വന്നപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശിക്കാൻ തുടങ്ങി. ഇതൊരു സറണ്ടർ ഡോക്യുമെന്റ് ആണ്, അമേരിക്ക യുദ്ധത്തിൽ പരാജയത്തിന്റെ ഡോക്യുമെന്റ് ആണ് എന്ന് വന്നപ്പോൾ അതിൽ നിന്ന് ഇനി എങ്ങനെയെങ്കിലും കടന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം യുദ്ധം ആരംഭിച്ചത്. ഈ യുദ്ധം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത്? ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്ന ഒരു ടേം ഉണ്ട്, ഈ എസ്കലേഷൻ ട്രാപ്പ് എന്ന് പറയും. അതായത് യുദ്ധത്തിൽ വൻ ശക്തികൾ ഇടപെടുന്നു, അത് അവർക്ക് പരാജയപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും യുദ്ധം കടുപ്പിക്കും തോറും യുദ്ധത്തിൽ പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു എസ്കലേഷൻ ട്രാപ്പിലാണ് അമേരിക്ക ഇപ്പൊ പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അമേരിക്ക തന്നെയാണ് പിന്മാറേണ്ടത്. കാരണം അമേരിക്കയാണ് യുദ്ധം തുടങ്ങി വെച്ചത്. നിലവിൽ അമേരിക്ക തുടങ്ങി വെച്ചു. ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 7ഓളം ആളുകൾ ഇതിനോടകം തന്നെ വ്യോമാക്രമണത്തിലും മറ്റും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ആളുകളുടെ ജീവനും നഷ്ടപ്പെടുകയാണ്. മറുഭാഗത്ത് ഹോർമുസിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിനൊപ്പം തന്നെ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന പല നീക്കങ്ങളും ഇറാനിന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. എങ്ങനെ ഇത് പരിഹരിക്കാനായി കഴിയും? അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഈ അവസരത്തിൽ?
ഇപ്പം നമ്മളിപ്പോ ഇന്ത്യയുടെ ഒരു മാരിടൈം ബോർഡിന്റെ ഒരു ഉത്തരവ് വന്നു. നമ്മളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ സീഫെയറേഴ്സ്, അതായത് കപ്പലിൽ ജോലിക്കാരെ പ്രൊവൈഡ് ചെയ്യുന്ന 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. ഏതാണ്ട് 3 ലക്ഷം ജോലിക്കാരെയാണ് നമ്മൾ നൽകുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ നമ്മുടെ ഇപ്പൊ ഏതാണ്ട് 1500ഓളം ഈ ഇങ്ങനെയുള്ള കപ്പൽ ജോലി ചെയ്യുന്ന ആളുകൾ അതിനകത്ത് പെട്ടുകിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ ഇന്ത്യക്കാർക്ക് ആൾനാശവും അങ്ങനെയൊക്കെയുള്ള നാശം ഒരു ഭാഗത്തുണ്ടാകുന്നു. ഈ പശ്ചിമേഷ്യയിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പം 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരെ ഉണ്ട്, അതിൽ തന്നെ 30 ലക്ഷത്തോളം വരുന്ന മലയാളികളുണ്ട്. ഇവർക്കെല്ലാം ജോലി നഷ്ടപ്പെടുകയും നാട്ടിൽ വരികയും ചെയ്യേണ്ടി വരുന്നു. ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മുടെ ലോക്കലായിട്ട് തന്നെ നമ്മൾ കടകളിൽ പോകുമ്പം സാധനങ്ങൾക്ക് വില കൂടുന്നു. നമ്മുടെ പല ഹോട്ടലുകളും തട്ടുകടകളും പോലുള്ള കടകൾ അടച്ചുവിടുന്നു. ഇതെല്ലാം ആളുകളെ ഗംഭീരമായിട്ട് വളരെ ഭീകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതായത് അമേരിക്ക ഉൾപ്പെടെ ലോക സമ്പദ് വ്യവസ്ഥയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുന്നു. മിഡ് ടേം ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഈ യുദ്ധപരാജയം മറയ്ക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ഇപ്പോൾ ട്രംപ് തുടങ്ങി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ചൈന അമേരിക്കയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് സേവ് അമേരിക്ക ആക്ട് എന്ന് പറയുന്ന ആക്ട് അദ്ദേഹം പുതുതായിട്ട് അവതരിപ്പിച്ച ആക്ട് എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കണം. അതായത് ജനങ്ങളുടെ ശ്രദ്ധ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ യുദ്ധപരാജയം മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമമല്ല കാണുന്നതെന്നാണ്. പക്ഷെ എന്താണെങ്കിലും ജനങ്ങൾ ഇതിനകത്ത് വളരെ ശക്തമായിട്ട്, അമേരിക്കയിലെ ജനങ്ങൾ വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണം, ട്രംപ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ 60% ആളുകൾ അദ്ദേഹത്തിന്റെ യുദ്ധത്തിനെതിരായിട്ട് നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അൾട്ടിമേറ്റ് ആയിട്ട് യുദ്ധം അവസാനിപ്പിക്കാതെ തരമില്ല. അതിന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അത് വിജയം കാണും എന്ന് പ്രതീക്ഷിക്കാം. ശരി സാർ, ഇപ്പോ ഈ ഒരു ആക്രമണം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ബാബൽ മന്ദേബിലും അടക്കം ശക്തമായ ആക്രമണം ഘടിപ്പിക്കുമെന്ന് പറയുന്നു. ഹോർമുസ് പൂർണ്ണമായും അടച്ചുവിടുമെന്ന് പറയുന്നു. UAE അടക്കമുള്ള രാജ്യങ്ങൾ നിലവിൽ മറ്റൊരു ബദൽ മാർഗം എന്ന രീതിയിൽ പല അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏത് അളവ് വരെ ഫലം കാണും? അല്ല, ഇവിടെ ഈ യുദ്ധം കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷാ സെക്യൂരിറ്റി അംബ്രലയുടെ കീഴിലായിരുന്നു പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നുകിൽ രാജാക്കന്മാരോ അല്ലെങ്കിൽ എമീറുകളോ അതല്ലെങ്കിൽ അങ്ങനെ ഷെയ്ഖുമാരോ അങ്ങനെയുള്ള ആളുകളാണ് ആ രാജ്യം ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ഭരണത്തിനെതിരായിട്ട് ജനങ്ങളുടെയൊക്കെ എതിരഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ അടിച്ചമർത്തി ഇവരുടെ ഭരണം സുരക്ഷിതമാക്കുന്നതിനുള്ള വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. നമുക്കറിയാം, സൗദി അറേബ്യയാണ് ഈ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ലോകത്ത് വാങ്ങിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അവർക്ക് മനസ്സിലായി ഈ അമേരിക്കയുടെ സുരക്ഷാ അംബ്രല്ല എന്ന് പറയുന്നത് നമുക്ക് സുരക്ഷ നൽകുന്നതല്ല. അവർ സുരക്ഷ നൽകുന്നെങ്കിൽ അവർ ഒരു രാജ്യത്തിന് മാത്രമേ നൽകൂ, അത് ഇസ്രായേലിന് മാത്രമേ നൽകൂ. അതുകൊണ്ടാണ് യുദ്ധ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞു യുദ്ധത്തിൽ ഇറങ്ങി, പക്ഷെ നിങ്ങൾ ഇസ്രായേൽ ഫസ്റ്റ് എന്നാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങളെ നിങ്ങൾ ഒരു തരത്തിലും പ്രൊട്ടക്ട് ചെയ്യുകയോ ഞങ്ങളെ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ UAE, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? UAEയും സൗദി അറേബ്യയും ഒറ്റയ്ക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളും തമ്മിൽ അകന്നു നിൽക്കേണ്ടവരല്ല, അടുത്ത് നിൽക്കേണ്ടവരാണ്. നിങ്ങളുടെ ഒരു സാമ്പത്തിക റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്നുള്ള തരത്തിൽ UAEയും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇറാനുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ഇറാൻ നിർബന്ധിതമാകും. ഇറാനെതിരെ ഇവർ ആക്രമണം ഘടിപ്പിച്ചാൽ. അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖത്തറിന്റെ മുൻ രാജാവ് മരിച്ചുപോയി. ആ ഖത്തറിന്റെ മുൻ രാജാവ് മരിച്ചപ്പോൾ അബ്ബാസ് അരാക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, അവിടെ സന്ദർശിച്ചു. ഈ ഖത്തറിനെതിരെ ആക്രമണം നടത്തുമ്പോൾ തന്നെയാണ് വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് നടക്കുമ്പോൾ ഇവരുടെ ഒരു നിലപാട് വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ വേറൊരു മാർഗം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. അത് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ നമ്മൾ പറയും, യുദ്ധത്തിലും പ്രണയത്തിലും നിയമങ്ങളില്ല എന്ന് പറയുന്ന കണക്ക് ഈ ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് അതേ മാർഗമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ മധ്യസ്ഥരും അടങ്ങുന്ന വിഭാഗം അതിശക്തമായിട്ട് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ യുദ്ധം വളരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതെങ്കിലും ഈ അടുത്ത ദിവസങ്ങൾ വരെയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.